വീണ്ടും വരുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയും നിങ്ങളെ ആരാധനയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷമുള്ളവർ കരങ്ങളുയർത്തി സ്തുതിച്ചാട്ടെ. എല്ലാവരും ചിരിച്ചാട്ടെ. എല്ലാവരും ഒരുപോലെ ചിരിച്ചാട്ടെ. ചിരിച്ചാട്ടെ. ആരുടെ ചിരി കാണാൻ നല്ല ഇഷ്ടം. ഒന്നൂടെ ചിരിച്ചാട്ടെ. ഹാലൂയ. പുരുഷന്മാരെ ചിരിച്ചാട്ടെ. നമുക്ക് 3 പേരെ ഉള്ളൂ. അത് നമ്മുടെ എഴുതിൻ്റെ അവസ്ഥ. ഹാലൂയ. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് 31-ാം തീയതി ഫുൾ നൈറ്റ് പ്രയർ ഉണ്ട്. 7 മണി മുതൽ ആരംഭിക്കും. 7 മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും ആരാധന ലീഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ആരാധന കണ്ടിന്യൂ ചെയ്യും. കുടുംബമായി നിങ്ങൾ കടന്നു വരണം. നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരങ്ങളുണ്ട്. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് മുന്നോട്ട് വന്ന് നിങ്ങൾ സാക്ഷ്യം പറയണം. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ കുടുംബവും ചർച്ചിലെ എല്ലാ മെമ്പേഴ്സും കുടുംബമായി തന്നെ വരണം. കുടുംബമായി വന്ന് നിന്ന് നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം വർഷത്തിലൊരിക്കലേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുങ്ങി വരണം. ഞാൻ ഒരുങ്ങുന്നുണ്ട്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയർ വെളിപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. സ്തോത്രം. ഒരു വചനം വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഒന്നുകൂടി വായിച്ചാട്ടെ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം എങ്ങനെയുള്ളതാണ്? ബലഹീനമാണ്. ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ യേശു കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ആത്മാവ് ഒരുക്കമുള്ളത്. 2 എന്താണ്? ജഡം ബലഹീനമായത്. ഈ 2 കാര്യങ്ങളാണ് എനിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്ന യേശു കർത്താവ് പറയുന്ന കാര്യമാണ്, മുൻപിൽ ഒരു പരീക്ഷയുണ്ട്. ഹല്ലേലൂയ. മുൻപിൽ ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 12 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ഉറക്കത്തെ നഷ്ടപ്പെടുത്തി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഈ വചനം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ചിന്ത. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ചവിടുന്ന് കരമുയർത്തിയാട്ടെ. നമ്മൾ പഠിപ്പിച്ച പാഠം അങ്ങനെയല്ലേ? രാത്രി സമയങ്ങളിൽ 2 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം, 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയിലാണ് ഭയങ്കര ശക്തി എന്നൊക്കെ നമ്മെ പഠിപ്പിക്കലുണ്ട്. ആമേൻ. സ്തോത്രം. എന്നാൽ വിശുദ്ധ തിരുവെടുത്ത് അങ്ങനെ ഒരു പഠനം പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിപ്പിനെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു തരമുയർത്തിയാട്ടെ. സ്തോത്രം. നമുക്ക് ധ്യാനിക്കാം. ഇവിടെ യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിലേക്ക് വരികയാണ്. ഗെത്സമന തോട്ടത്തിലേക്ക് യേശുവും
തന്റെ ശിഷ്യന്മാരുമായി പ്രവേശിച്ചു. യേശുവൻ തന്റെ ശിഷ്യന്മാരുമായി പ്രവേശിച്ചതിന് ശേഷം എല്ലാ ശിഷ്യന്മാരിൽ നിന്നും 3 പേരെ മാത്രം അടുക്കൽ വിളിച്ചു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേരെ മാത്രം അടുക്കൽ വിളിച്ചിട്ട് അല്പം മാറി നിന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ദുഃഖിച്ചു തുടങ്ങി, വ്യാകുലപ്പെട്ടു തുടങ്ങി. അവരോട് പറഞ്ഞു, എൻ്റെ ഉള്ളം ഹല്ലേലൂയ മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എന്താ യേശു പറഞ്ഞത്? പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും അവരെ അല്പം വിളിച്ച് മുന്നോട്ട് മാറ്റി നിർത്തിയിട്ട് കേവലം ഒരു മനുഷ്യൻ ഭാരപ്പെടുന്നത് പോലെ 3 ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു ദുഃഖിച്ചു തുടങ്ങി, യേശു വ്യാകുലപ്പെട്ടു തുടങ്ങി. അവരോട് പറയുകയാണ്, എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന്. തങ്ങളുടെ ഗുരു 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ സമയത്ത് ഹല്ലേലൂയ ഇതുപോലെ ആയി കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചു കേൾക്കണമേ. 3.5 വർഷക്കാലം യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. 30ാമത്തെ വയസ്സ് മുതൽ യേശു തന്റെ ശുശ്രൂഷ തുടങ്ങി. ഈ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്കകത്ത് ഒരിക്കൽ പോലും ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ കേവലം ഒരു മനുഷ്യനെ പോലെ, ബലഹീനമായിരിക്കുന്ന മനുഷ്യനെ പോലെ, നിസ്സഹായനായിരിക്കുന്ന മനുഷ്യനെ പോലെ പെരുമാറിയത് കണ്ടിട്ടില്ല. അവൻ കുരുടരെ സൗഖ്യമാക്കിയ ദൈവമാണ്, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്, അവൻ ഭൂതഗ്രസ്തരെ വിടുവിച്ച ദൈവമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവനിൽ നിന്ന് അധികാരമാ പുറത്തു വന്നത്, അവനിൽ നിന്ന് ശക്തിയാ പുറത്തു വന്നത്. എന്നാൽ ഗെത്സമന തോട്ടത്തിൽ മാത്രമേ ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ദുഃഖിച്ചിരിക്കുന്നു, ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു, എൻ്റെ അകം, എൻ്റെ ഹൃദയം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു ഗെത്സമന തോട്ടത്തിൽ മാത്രം ഇങ്ങനെ പറഞ്ഞത്? കേവലം ഒരു മനുഷ്യനെ പോലെ, എന്തിനും ഏതിനും ഭാരപ്പെടുന്ന, ബലമില്ലാത്ത, ശക്തിയില്ലാത്ത മനുഷ്യനെ പോലെ ഗെത്സമന തോട്ടത്തിനകത്ത് മാത്രം എന്തുകൊണ്ട് യേശു അങ്ങനെയായി? എന്തുകൊണ്ട് കേവലം മനുഷ്യന്റെ മുമ്പിൽ യേശുവിന് ഇങ്ങനെ വെളിപ്പെടേണ്ടി വന്നു? എന്തുകൊണ്ട്? ആ ഗെത്സമന തോട്ടത്തിൽ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം യേശു കർത്താവ് അല്പം മുന്നോട്ട് പോയി. അവൻ നിൽക്കാൻ വയ്യ. അവന്റെ ശരീരത്തിൽ അവന് മനസ്സിലായി എന്തോ ഭാരം അത് നിറയുന്നുണ്ട്. അടുത്ത പദം നിങ്ങൾ കേൾക്കണമേ. അവൻ കവിണ്ണു വീണു എന്ന് പറഞ്ഞാൽ അവന്റെ മുഖം നിലത്തടിക്കത്തക്കവണ്ണം അവൻ വീണു. മനസ്സിലായി നിങ്ങൾക്ക്? എന്നിട്ട് അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് ഗെത്സമനയിൽ മാത്രം യേശു ക്രിസ്തുവിന് ഇങ്ങനെ ഒരു അനുഭവം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങളുടെ ഗുരു ഇങ്ങനത്തെ അവസ്ഥയിൽ ശിഷ്യന്മാർ കണ്ടിട്ടില്ല. അവൻ വാക്കിലും ശക്തിയിലും ശക്തിയുള്ളവനായിരുന്നു. ഗെത്സമനയിൽ മാത്രം എന്താ ഇങ്ങനെയായി? ആ ഗെത്സമന തോട്ടത്തിനകത്തൊരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. ഹല്ലേലൂയ. നാം ഒക്കെ പറയാറുണ്ട്, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രൂശ് മരണത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്നാണ് പിതാവാം ദൈവത്തോട് യേശു പ്രാർത്ഥിച്ചത്. അങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? കാരണം ഇനി ചില മണിക്കൂറുകളെ ഉള്ളൂ, ചില ദിവസങ്ങളെ ഉള്ളൂ. യേശു കർത്താവ് ക്രൂശിൽ കയറാനായിട്ട് പോവുകയാണ്. ക്രൂശിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് ഒരു പ്രാർത്ഥന, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ.
നമ്മുടെ ഈ പ്രാർത്ഥന വായിക്കുമ്പോൾ നമ്മുടെ അകത്ത് വരുന്നത് പിതാവിനോട് യേശുക്രിസ്തു തന്നെ ക്രൂശ് മരണത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എന്ന. ഒരിക്കലും യേശു കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം തന്നെ ക്രൂശിൽ തന്റെ ശരീരത്തെയും രക്തത്തെയും നൽകി ക്രൂശിൽ മരിക്കാനാ വന്നത്. പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആ പിതാവിന്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യാൻ വന്ന യേശു തന്നെ ക്രൂശ് മരണത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഗെത്സമനയിൽ വെച്ച് യേശു കർത്താവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ വെളിപ്പാട് എന്താ? അറിയാൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ എബ്രായരുടെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചനയെ കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മതി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കണമേ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതിന്റെ 7-ാമത്തെ വാക്യം എങ്ങനെയാക്കാണ്? ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം എന്താ? ക്രൂശിൽ തന്റെ ശരീരത്തെയും രക്തത്തെയും നൽകി മരിക്കാനാ വന്നത്. ഹല്ലേലൂയ. അതിന് വിരോധമായി യേശുക്രിസ്തു ഒരിക്കലും പിതാവിനോട് പ്രാർത്ഥിക്കത്തില്ല. കാരണം പിതാവിന്റെ ഇഷ്ടമാണ് യേശു ക്രൂശിൽ മരിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് താൻ ജഡശരീരം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. പക്ഷെ ഇവിടെ പറയുന്നു, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത്. എന്താ ഈ ഐഹിക ജീവകാലം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് തന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ അവസാനിപ്പിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഐഹിക ജീവകാലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്താ ഐഹിക ജീവകാലം എന്ന് പറയുന്നത്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജഡത്തിൽ ജനിച്ചു. ഹല്ലേലൂയ. തന്റെ ശുശ്രൂഷ 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത് തന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച കാലഘട്ടം വരെ പറയുന്ന പേരാണ് ഐഹിക ജീവ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ യേശുക്രിസ്തുവിന്റെ മരണം വരെ പിതാവിനോട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയായിരുന്നു. തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന്. ക്രൂശ് മരണത്തിൽ നിന്ന് വിടുവിക്കണമേ എന്നല്ല പ്രാർത്ഥിച്ചത്. പിന്നെ എങ്ങനെയല്ല പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. ജനിച്ച് മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിനകത്ത്, ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിനകത്തുള്ള മരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ ഈ മരണം, ഇവിടെ പറയുന്ന പ്രാർത്ഥന, അതിനകത്ത് പറയുന്ന മരണമേതാ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയായിരുന്നു, തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണമേ. 5-ാം വയസ്സിൽ പ്രാർത്ഥിച്ചു, 10-ാം വയസ്സിൽ പ്രാർത്ഥിച്ചു, 15-ാം വയസ്സിൽ പ്രാർത്ഥിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഏത് സമയത്തും ഏതു നേരത്തും യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇങ്ങനത്തെ കൽപ്പന തന്നവൻ അത് നിവർത്തീകരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എന്താ പ്രാർത്ഥന എന്നറിയാമോ? തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വാക്യം ഇങ്ങനെയാ പറയുന്നത്, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന്, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. സ്തോത്രം.
എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിച്ച് മരിക്കുന്നത് വരെ തന്റെ മരണത്തിൽ നിന്ന് പിതാവ് വിടുവിച്ചു എന്ന്. അതേത് മരണം? അതേത് മരണം? ഹല്ലേലൂയ. ഞാൻ മരണത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമുക്ക് അറിയാവുന്ന മരണം എന്ന് പറയുന്നത് എന്ത് മരണമാണ്? നമുക്കറിയാവുന്ന മരണം ഏതാണ്? ഒരു വാക്യം കൂടി വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. യേശു കർത്താവ്, പുത്രനായ യേശു പിതാവിനെ കുറിച്ച് പറയുകയാണ്. പുത്രനായ യേശു പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. യേശുക്രിസ്തു ജനിച്ച് മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ യേശു പറയുന്ന സാക്ഷ്യമാണ്, ഞാൻ എല്ലായ്പ്പോഴും പിതാവിന് ഇഷ്ടമുള്ളതാ ചെയ്യുന്നത്. ഞാൻ എല്ലായ്പ്പോഴും പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അവൻ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. അവൻ എന്നെ തനിച്ച് വിട്ടിട്ടില്ല. ഹല്ലേലൂയ. മനസ്സിലായോ? അവൻ എന്നെ തനിച്ച് വിട്ടിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞ്, യേശു കർത്താവിന്റെ ജനനം മുതൽ മരണം വരെ ഒരിക്കൽ പോലും പിതാവ് പുത്രനെ കൈവിട്ടിട്ടില്ല. പറഞ്ഞ്, യേശു കർത്താവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പിതാവ് പുത്രനെ കൈവിട്ടിട്ടില്ല. യേശു പറയുകയാണ്. സ്തോത്രം. ഇനി ഞാൻ മരണത്തെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന മരണം എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന മരണങ്ങളെന്ന് പറഞ്ഞു. ചില ഉത്തരങ്ങൾ എനിക്ക് തന്നാക്കി. നമുക്കറിയാവുന്ന മരണം, നാം ധരിച്ചു വെച്ചിരിക്കുന്ന മരണങ്ങൾ എന്ന് പറഞ്ഞാട്ടെ. നമ്മുടെ അകത്തിരിക്കുന്ന മരണം. നമുക്ക് ഈ ദേശക്കാരുടെ മരണം അറിയാം. കരണ്ടടിച്ച് മരിച്ചു, ആക്സിഡന്റ് ആയി മരിച്ചു, രോഗം വന്ന് മരിച്ചു, വയസ്സായി മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ബൈബിൾ ഒരു മരണത്തെ പറ്റി പറയുന്നുണ്ട്. ബൈബിൾ പറയുന്ന മരണം ഏതാ? സ്തോത്രം. വായിച്ച് സഹായിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 59-60 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 59-60 വാക്യം. ദേവദൂതനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറെ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരേണ എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. യേശു കർത്താവ് ഒരുത്തനോട് പറഞ്ഞു, നീ ഇപ്പോൾ എന്നെ അനുഗമിക്കാം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരോടും യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കാം. അവിടെ വ്യക്തമായി പറയുന്നു, ഒരുത്തനോട് യേശു കർത്താവ് പറയുകയാണ്, ഇപ്പോ നീ എന്നെ അനുഗമിക്കാം. ആ മനുഷ്യൻ എന്താ പറഞ്ഞെന്നറിയാമോ? എന്റെ അപ്പൻ മരിച്ചുപോയി, എന്റെ അപ്പൻ മരിച്ചിരിക്കുകയാൽ ഞാൻ ഭവനത്തിൽ ചെന്ന് അപ്പനെ അടക്കം ചെയ്തിട്ട് നിന്നെ അനുഗമിക്കാം. യേശു കർത്താവ് എന്താ അവനോട് പറഞ്ഞത്? ഇപ്പോൾ നീ എന്നെ അനുഗമിക്കണം. ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? യേശു, എന്റെ ഭവനത്തിൽ എന്റെ പിതാവ് മരിച്ചുപോയി, ഞാൻ ഭവനത്തിൽ മടങ്ങി ചെന്ന് എന്റെ പിതാവിനെ കുഴിച്ചിട്ടിട്ട് പിന്നെ വന്ന് ഞാൻ നിന്നെ അനുഗമിക്കാം. യേശു എന്താ പറഞ്ഞെന്നറിയാമോ? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ.
അങ്ങനെയല്ലേ? ആ വാക്യം വായിച്ചേ. 60. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കണേ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ, അവിടെ മരിച്ചുപോയത് ആരാ? അവന്റെ അപ്പന്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ എന്ത് ചെയ്യട്ടെ? കുഴിച്ചിട്ടുണ്ട്. നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കാൻ. അടുത്തൊരു വാക്യം കൂടി, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 24. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:24. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. മതി. ഹല്ലേലൂയ. നമ്മളൊക്കെ പറയുന്ന മുടിയനായ പുത്രനെ കുറിച്ച് പറയുക. അപ്പന്റെ അരികിൽ നിന്ന് വസ്തുവകകളെല്ലാം സ്വരൂപിച്ച് ദൂരദേശത്ത് പോയി എല്ലാം നഷ്ടപ്പെടുത്തി അവസാനം സുബോധവും കളഞ്ഞ് എപ്പോഴോ ചെറിയൊരു സുബോധം വന്നപ്പോൾ അപ്പനെ ഓർത്തു. അപ്പന്റെ അരികിലേക്ക് മടങ്ങി വന്നു. അപ്പന്റെ അരികിലേക്ക് മടങ്ങി വന്നപ്പോൾ ആ അപ്പൻ പറഞ്ഞ വാക്യമാ, ആ അപ്പൻ പറഞ്ഞ കാര്യമാ, ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോ ജീവിച്ചു. ഹല്ലേലൂയ. എന്താ അപ്പൻ പറഞ്ഞത്? ഈ മകൻ മടങ്ങി വന്നപ്പോൾ ആ മകനെ നോക്കി അപ്പൻ പറയുകയാണ്, ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ജീവിച്ചു. ഒരു വാക്യം കൂടി, മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 34-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 15:34. മതി മതി, ശ്രദ്ധിച്ചു കേൾക്കണം. യേശു കർത്താവ് ക്രൂശിൽ കിടന്നിട്ട് പിതാവിനോട് നിലവിളിക്കുകയാണ്, അല്ല ദൈവത്തോട് നിലവിളിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രമേ ഈ മരണത്തിന്റെ അർത്ഥം മനസ്സിലാകൂ. യേശു കർത്താവ് ക്രൂശിൽ കിടന്നിട്ട് നിലവിളിച്ചു, എന്താ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പ്രാർത്ഥന യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചല്ലോ. ആ പ്രാർത്ഥനയുടെ തുടക്കം എന്ന് പറഞ്ഞേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യേശു കർത്താവ് ജനത്തെ ഉപദേശിച്ചല്ലോ, അല്ലേ? ഉപദേശിച്ചില്ലേ? അപ്പോൾ എന്താ യേശു ജനത്തെ പറഞ്ഞ് ഉപദേശിച്ചത്? നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്. എന്റെ തുടക്കം ഇങ്ങനെയാ, നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവ് ഉണ്ട്. എന്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്. ഇതാ യേശു കർത്താവിന്റെ പിതാവിനോടുള്ള വാക്ക്. യേശു കർത്താവ് എപ്പോഴെല്ലാം ജനത്തെ ഉപദേശിച്ചിട്ടുണ്ടോ, എപ്പോഴെല്ലാം ഹല്ലേലൂയ ജനത്തോട് പ്രസംഗിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ യേശു കർത്താവ് ഉപയോഗിച്ച പദമാണ് പിതാവ്. എന്നാൽ യേശു കർത്താവിന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ അകത്ത് ഒരിക്കൽ പോലും പിതാവേ പിതാവേ എന്നല്ലാതെ മറ്റൊരു വാക്ക് യേശു കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. ഏത് കാര്യം പറഞ്ഞാലും, എന്ത് സംസാരിച്ചാലും, എന്ത് ഉപദേശിച്ചാലും യേശു കർത്താവ് പറയുന്ന ഒറ്റ പദമാണ് പിതാവ്, പിതാവ്, പിതാവ്. മറ്റൊരു പദം യേശു കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ അവസാനം ഒരിക്കൽ മാത്രം പിതാവേ എന്ന് വിളിക്കാതെ, പിതാവേ എന്ന് പറയാതെ ക്രൂശിൽ ഹല്ലേലൂയ ദൈവമേ എന്ന് വിളിച്ചു. എന്തുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ചത്? നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിപ്പിൻ. എന്റെ പിതാവ് ഇന്നും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവ് ഉണ്ട്. പക്ഷെ ക്രൂശിൽ മാത്രം എന്ത് പിതാവേ എന്ന പേര് മാറ്റി ദൈവമെന്നാക്കിയത്? എന്ത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്താ എങ്ങനെ ആക്കിയത്? ഹല്ലേലൂയ. മരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് മരണം. ഹല്ലേലൂയ. അപ്പന്റെ അരികിൽ ജീവിച്ചിരുന്നപ്പോൾ അവന് മരണമില്ലായിരുന്നു. അപ്പനിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. അപ്പനിൽ നിന്ന് പിരിഞ്ഞുപോയി. സ്തോത്രം. അപ്പനിൽ നിന്ന് പിരിഞ്ഞു പോയ മകൻ
തിരിച്ച് അപ്പനിലേക്ക് മടങ്ങി വന്നപ്പോൾ ആ അപ്പൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവൻ ഹല്ലേലൂയ മരിച്ചവനായിരുന്നു, എൻ്റെ അരികിലേക്ക്, പിതാവിന്റെ അരികിലേക്ക് എപ്പോൾ ഇവൻ മടങ്ങി വന്നുവോ അപ്പോൾ മുതൽ ഇവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണമേ, മരണം എന്ന് പറഞ്ഞ പിതാവാം ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് മരണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. എന്നാൽ ക്രൂശിൽ ഹല്ലേലൂയ പിതാവിനോട് പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, എന്തിനാ നീ എന്നെ കൈവിട്ടത്? 33 വർഷത്തെ ശുശ്രൂഷയിൽ ഒരിക്കൽ പോലും നീ എന്നെ കൈവിട്ടിട്ടില്ല. എന്റെ ജനനം മുതൽ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നീ എന്നെ കൈവിട്ടിട്ടില്ല. എന്നാൽ ക്രൂശിൽ വെച്ച് മാത്രമല്ലേ നീ എന്നെ കൈവിട്ടത്? അകത്ത് പിതാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ആ വിച്ഛേദിക്കപ്പെട്ടതിന്റെ ഭാരം കാരണം യേശു കർത്താവ് നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് പിതാവെന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യം യേശു കർത്താവിന് ക്രൂശിൽ നഷ്ടപ്പെട്ടു. കാരണം പിതാവ് ഇപ്പോൾ തന്നെ കൂടെയില്ല, പിതാവ് തന്നിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അകത്ത് യേശു കർത്താവിനെ അനുഭവിക്കാം. പിതാവിൽ നിന്നുള്ള വേർപാട് അനുഭവിച്ചവന്റെ പേരാണ് മരിച്ചവൻ. ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങളുടെ അകത്ത് പിതാവാം ദൈവവുമായി ബന്ധമില്ലെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മരിച്ചവനാണ് നീ. കാരണം പിതാവിന്റെ ജീവൻ നിന്റെ അകത്തില്ല, പിതാവ് നിന്റെ കൂടെയില്ല. ഹല്ലേലൂയ. പിതാവിൽ നിന്നുള്ള വേർപാടത്രേ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന മരണമെന്ന് പറയുന്നത്. ഈ മരണത്തിൽ ജീവിക്കുന്ന നിന്നെ ഹല്ലേലൂയ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാൻ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. എങ്ങനെയാ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുന്നത്? അകത്ത് ദൈവത്തിന്റെ ജീവൻ വരണം. എങ്ങനെ വരും? നാം അത് ധ്യാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. മരണത്തെ കുറിച്ച് മനസ്സിലാക്കി, മരണത്തെ കുറിച്ച് മനസ്സിലാക്കി മാത്രം കരം ഉയർത്തിയാട്ടെ. എന്താ മരണം? പിതാവിൽ നിന്നുള്ള വേർപാടാണ് മരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ, എങ്ങനെയാ ഈ മരണം അനുഭവിക്കുന്നത്? ഗെത്സമന തോട്ടത്തിനകത്ത് ഹല്ലേലൂയ യേശു കർത്താവിനുണ്ടായ അനുഭവം എന്താ? ഹല്ലേലൂയ ദുഃഖിച്ചു തുടങ്ങി, വ്യാകുലപ്പെട്ടു തുടങ്ങി. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഗെത്സമന തോട്ടത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ മുതൽ യേശു ക്രിസ്തുവിന് ഈ അനുഭവം ഉണ്ടായത്. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? സകല മാനവരാശിയുടെ പാപം ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ട സ്ഥലമാണ് ഗെത്സമന എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഭാരം വർദ്ധിച്ചു വരുന്നത് പോലെ തോന്നിയവന് ഹല്ലേലൂയ അവന്റെ ശരീരത്തിനകത്തും പുറത്തും ഭാരം വർദ്ധിക്കുന്നത് കൊണ്ട് അവന്റെ കാലുകൾക്ക് ബലം നഷ്ടമായി, അവന്റെ ഹൃദയത്തിന് ദൈവത്തോടുള്ള പ്രാഗൽഭ്യം നഷ്ടമായി, അവൻ ഒറ്റപ്പെട്ടവനെ പോലെയായി, അവന്റെ അകത്ത് ബലമില്ലാത്തതുപോലെ തോന്നി, അവന് ഭാരം കടന്നു വന്നു. ശ്രദ്ധിക്കണം, ഈ ഭാരത്തിന്റെ കാഠിന്യത്താൽ മനുഷ്യപുത്രൻ നിലത്ത് വീഴുകയാണ്. ഹല്ലേലൂയ. സകല മാനവരാശിയുടെ പാപം ചുമത്തപ്പെട്ട സ്ഥലമാണ് ഗെത്സമന എന്ന് പറയുന്നത്. ഈ വേദന, ഈ ഭാരം ഹല്ലേലൂയ യേശു കർത്താവിനെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ ഭാരം, ഈ വേദനയെ ഒന്ന് നീക്കി തരണമേ. ക്രൂശ് മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല, സകല മാനവജാതിയുടെ പാപത്തെ യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ പിതാവ് പുത്രനിൽ നിന്ന് വേർപെട്ടു പോയി. പാപമുള്ളിടത്ത് പിതാവ് വരില്ല. നിന്റെ അകത്ത് പാപമുണ്ടെങ്കിൽ നിനക്ക് പിതാവുമായി ബന്ധമില്ല. നിന്റെ അകത്ത് ഇരുട്ടുണ്ടെങ്കിൽ അവിടെ വെളിച്ചത്തിന് സ്ഥാനമില്ല. യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിനകത്ത് സകല മാനവരാശിയുടെ പാപത്തെ അവന്റെ ശരീരത്തിൽ വഹിച്ചപ്പോൾ പിതാവിൽ നിന്ന് വേർപാട് വന്നു. വേർപാട് വന്ന യേശു ക്രിസ്തുവിന് സഹിക്കാൻ പറ്റിയില്ല. അവന്റെ അകത്ത് ഭാരം നിറഞ്ഞു, മരണവേദന നിറഞ്ഞു. കാരണം പിതാവ് തന്നെ വിട്ടുപോയി. ആ നിലവിളിയ ക്രൂശിൽ നിലവിളിച്ചത്, എന്തിനാ നീ എന്നെ കൈവിട്ടത്? ഇന്ന് വരെ കൈവിട്ടിട്ടില്ല, ഇന്ന് വരെ നീ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഇപ്പോൾ നീ എന്നെ കൈവിട്ടു. അതിന്റെ പേരാ മരണം. ഹല്ലേലൂയ. സ്തോത്രം. ഇനി നമ്മൾ ഇന്നലത്തെ കണ്ടിന്യൂസ് പഠിക്കുകയാണ്. വീണ്ടും ജനിച്ചവർ കരം നിർത്തിയാട്ടെ. സ്തോത്രം.
എന്നാലും എന്റെ സഭയ്ക്ക് ബോധ്യം പോലെ വീണ്ടും ഞാൻ ചെറുതരം വരുത്തിയാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ മനുഷ്യന് ഒരാത്മാവുണ്ട്, അല്ലേ? മനുഷ്യൻ എന്തുണ്ട്? ഒരാത്മാവുണ്ട്. ഈ ആത്മാവിനെ ദൈവം എവിടെ വെച്ചാ സൃഷ്ടിച്ചേ? എവിടെ വെച്ചാ സൃഷ്ടിച്ചേ? പെട്ടെന്ന് പറ. സ്വർഗത്തിൽ വെച്ച്. സ്വർഗത്തിൽ വെച്ച് എന്റെ ആത്മാവിനെ, നിങ്ങളുടെ ആത്മാവിനെ, ഒന്നുകൂടി വ്യക്തമായി പറയാം, മനുഷ്യന്റെ ആത്മാവിനെ, ഹല്ലേലൂയ, ദൈവം സ്വർഗത്തിൽ വെച്ച് സൃഷ്ടിച്ചു. ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ പുറത്തു കൊണ്ടുവന്നു. നമ്മൾ ഒരു ബോഡി മരിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ നിലത്തേക്ക് കുഴിച്ചിടുന്നത്? പെട്ടിയിലാക്കി താഴ്ത്തി ഇറക്കൂല്ലേ? ഒരു കുഴി കുഴിച്ചിട്ട് താഴ്ത്തി ഇറക്കും. യേശു കർത്താവ് എങ്ങനെയാണെന്നറിയാമോ മനുഷ്യനെ കൊണ്ടുവന്നത്? കുറച്ച് വെള്ളവും ചെടിയും കുഴച്ചല്ല, നിലത്തിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉയർച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയാം, നീ പൊടിയിലേക്ക് ചേരുന്നത് പോലെ നീ എങ്ങനെ വന്നു അതുപോലെ പോകും. നിലത്തിലെ പൊടിയിൽ നിന്ന് മനുഷ്യന്റെ ശരീരത്തെ ഉയർപ്പിച്ചു. പിതാവാം ദൈവം സ്വർഗത്തിൽ വെച്ച് എന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് എന്റെ ശരീരത്തെ നിലത്ത് നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. അവൻ സർവശക്തിയുള്ള ദൈവമായതുകൊണ്ട് നിലത്ത് നിന്ന് കൊണ്ടുവന്നു. ഹല്ലേലൂയ. എന്നിട്ട് സ്വർഗത്തിൽ വെച്ച് സൃഷ്ടിച്ച എന്റെ ആത്മാവിനെ, ഹല്ലേലൂയ, മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഊതി കയറ്റി. ഹല്ലേലൂയ. വചനം പറഞ്ഞു, മൂക്കിൽ ജീവശ്വാസം ഊതി. ആ സ്വർഗത്തിൽ വെച്ച് എന്റെ ആത്മാവിനെ അവൻ സൃഷ്ടിച്ചു. സ്വർഗത്തിൽ വെച്ച് സൃഷ്ടിച്ച എന്റെ ആത്മാവിനെ നിലത്ത് നിന്ന് പൊക്കിക്കൊണ്ടുവന്ന ശരീരത്തിലേക്ക് ഊതിക്കയറ്റി. ഹല്ലേലൂയ. ഊതിക്കയറ്റിയപ്പോൾ വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, ഇപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. ഇപ്പോൾ മനുഷ്യനിൽ എന്തുണ്ട്? ആത്മാവുണ്ട്, ജീവനുള്ള ദേഹിയുണ്ട്, ഒരു ശരീരമുണ്ട്. മനസ്സിലായോ? മനുഷ്യനിപ്പോ എന്തുണ്ട്? ഒരു ആത്മാവുണ്ട്, ഒരു ദേഹിയുണ്ട്, ഒരു ശരീരമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിൽ യഥാർത്ഥ മനുഷ്യനായ, ഈ മൂന്ന് കാര്യം യഥാർത്ഥ മനുഷ്യനാരാ? ആരാ? ആത്മാവ്. ഞാൻ പറയട്ടെ, ഞാൻ പെട്ടെന്ന് മരിച്ചുപോയി. ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ മരിച്ചുപോയി. അപ്പോ ജോയ് ബ്രദർ എന്നെ കാണാൻ വന്നു. ആനന്ദിനെ കൊണ്ടുവന്നു എന്ന് ചോദിക്കൂ, ബോഡി കൊണ്ടുവന്നു എന്ന് ചോദിക്കൂ. എന്ത് ചോദിക്കും? അതെന്താ ആനന്ദ് എന്ന് വിളിക്കട്ടെ? യഥാർത്ഥ ആനന്ദ് ഈ ബോഡിയിൽ നിന്ന് പോയി, അതുകൊണ്ടാ ആനന്ദ് എന്ന് പറയാത്തത്. ഇപ്പോൾ ആനന്ദിന്റെ ശരീരം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ മനുഷ്യൻ പോയി. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ നോക്കിയത് ഞാൻ മാത്രമല്ല, നിങ്ങൾ മരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? ഇപ്പൊ ദൃശ്യ മരിച്ചാൽ ഞാൻ പറയോ ദൃശ്യ മരിച്ചു കിടക്കാൻ പറയും? ഇല്ല, ബോഡി ഇവിടെ ഉണ്ടെന്ന്. ദൃശ്യ പോയി. ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായോ? സ്തോത്രം. ഇനിയാണ് നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിലേക്ക് പോകുന്നത്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ആത്മാവിനെ കുറിച്ച് പറയുന്നു, ജഡത്തെ കുറിച്ച് പറയുന്നു. നടുവിൽ എന്തുണ്ട്? നടുവിൽ എന്തുണ്ട്? നടുവിൽ എന്തുണ്ട്? ദേഹി. ആത്മാവ്, ദേഹി, ദേഹം. പക്ഷെ നാം വായിച്ചു കേട്ട വാക്യത്തിൽ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ആത്മാവ് എന്തുള്ളത്? ഒരുക്കമുള്ളത്. ജഡം എങ്ങനെയുള്ളത്? ബലഹീനം. നടുവിലുള്ള പ്രാണൻ, ദേഹി കുറിച്ചൊന്നും പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇന്ന് രാത്രി പഠിക്കാൻ പോവുകയാണ്. ശരിയാവണ്ണം പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇതൊരു സിറ്റി ആകട്ടെ എന്ന് ശരിയാവണ്ണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആയിത്തീരും. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്.
എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറട്ടെ എന്ന് ശരിയാവണ്ണം പ്രാർത്ഥിച്ചാൽ മാറിയിരിക്കും. ഹല്ലേലൂയ. മറന്നുപോകും. ഈ ചർച്ചിനകത്ത് ആത്മാക്കൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ജനിച്ചിരിക്കും. ഹല്ലേലൂയ. എനിക്ക് തലമുറകൾ ഉണ്ടാകട്ടെ എന്ന് ശരിയാവണ്ണം പ്രാർത്ഥിച്ചാൽ ജനിച്ചിരിക്കും. ഒരു സംശയമില്ല. നമ്മുടെ പ്രശ്നം എന്തെന്നറിയാമോ? ശരിയാവണ്ണം പ്രാർത്ഥിപ്പാൻ നമുക്കറിയത്തില്ല. 2025 പ്രവേശിക്കുന്നതിന് മുന്നമേ ഈ സഭ ശരിയാവണ്ണം പ്രാർത്ഥിക്കാൻ പഠിക്കാൻ പോവുകയാണ്. 2025 മുതൽ നമ്മൾ പഴയ പ്രാർത്ഥനയല്ല, ശരിയാവണ്ണമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഉറപ്പുള്ളവർ മാത്രം കരവേൽക്കുന്ന സ്തോത്രമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥയൊക്കെ മാറോ ഇല്ലെന്ന് ഞാൻ വെളിപ്പെടുത്തി തരാം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ആത്മാവ് ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിൽ വെച്ച് സൃഷ്ടിച്ചു. ഈ ആത്മാവിന് മരണമില്ല. ഹല്ലേലൂയ. ആത്മാവിനെ മരിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ആത്മാവ് നിത്യമാണ്. എന്നേക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചത്. ഈ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തോട് മാത്രം ബന്ധപ്പെടുവാൻ നമുക്ക് തന്ന അവയവമാണ് ആത്മാവ്. ഈ ആത്മാവിന് ലോകവുമായി ഒരു ബന്ധവുമില്ല. ലോകത്തോട് ബന്ധപ്പെടാൻ കഴിയത്തില്ല. ഈ ആത്മാവ് എപ്പോഴും ദൈവത്തോട് ബന്ധപ്പെട്ടതായിട്ടിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. എന്ന് പറഞ്ഞ എന്റെ ആത്മാവിനകത്ത് ദൈവത്തിന്റെ ജീവൻ എപ്പോഴും ഉണ്ട്. ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. എന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ജീവൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ മരിക്കാത്തത്. ഞാൻ മരിച്ചവനല്ല, ഞാൻ ജീവനുള്ളവൻ. ആ യുവാവിനോട് യേശു പറഞ്ഞതുപോലെ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. യേശു കർത്താവ് എന്നോട് പറയില്ല, കാരണം എനിക്ക് ജീവനുണ്ട്. ഹല്ലേലൂയ. ഈ ആത്മാവിൽ ദൈവത്തിന്റെ ജീവൻ ഇല്ലാത്തവനോട് യേശു കർത്താവ് പറയും, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. ഹല്ലേലൂയ. എന്റെ ആത്മാവിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ജീവനുണ്ട്. ഹല്ലേലൂയ. ഞാനത് തെളിയിച്ചു തരാം. വീണ്ടും ജനിച്ചവർ ഒരിക്കൽ കൂടി കരം ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. എങ്ങനെയാ നിങ്ങൾ വീണ്ടും ജനിക്കുന്നതെന്ന് അറിയാമോ? ആദാമ്യ പാപം മുഖാന്തരം എന്റെ ആത്മാവിൽ നിന്നും ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ആദാം പാപം ചെയ്തപ്പോൾ എന്റെ ആത്മാവിൽ നിന്നും ദൈവവുമായി ബന്ധം വേർപെട്ടു പോയി. ഹല്ലേലൂയ. ക്രൂശിൽ യേശു കർത്താവ് നിലവിളിച്ചതുപോലെയാ ഞാൻ ജീവിച്ചത്. എന്റെ ആത്മാവിൽ എന്തില്ല? ദൈവവുമായി ബന്ധമില്ല. ദൈവവുമായി വേർപാടുള്ളത് കൊണ്ട് ഹല്ലേലൂയ എനിക്ക് വീണ്ടും ജനനം ആവശ്യമാണ്. ദൈവവുമായി വേർപാടുള്ളവനാണ്, ആത്മാവിൽ ദൈവവുമായി വേർപാടുള്ളവനാണ് എന്താവശ്യം? വീണ്ടും ജനനം എന്ന് പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് 1-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നിങ്ങൾ ആരും എടുക്കണ്ട, ആ ഭാഗം നിങ്ങൾക്കറിയാം. എന്താ ഭാഗം പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതിനെ പറയുന്ന പേരാണ് വീണ്ടും ജനനം. നീ അവനെ വിശ്വസിച്ചെങ്കിൽ നീ അവനെ കൈക്കൊള്ളണം. നീ അവനെ വിശ്വസിച്ച് കൈക്കൊണ്ടാൽ അതിന് പറയുന്ന പേരാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. നീ അവനെ വിശ്വസിക്കുമ്പോൾ, നീ അവനെ ഏറ്റുപറയുമ്പോൾ, നീ അവനെ കൈക്കൊള്ളുമ്പോൾ അവിടെ വീണ്ടും ജനനം നടക്കുകയാണ്. നിന്റെ ആത്മാവിലേക്ക് ദൈവമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. ഹല്ലേലൂയ. വിച്ഛേദിക്കപ്പെട്ട ദൈവത്തിന്റെ ജീവൻ, വിച്ഛേദിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് നീ അവനെ കൈക്കൊള്ളുമ്പോൾ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ ആത്മാവിന്റെ അകത്തേക്ക് ഒരു ജീവൻ വരികയാണ്. ആ ജീവന് പറയുന്ന പേരാണ് ദൈവത്തിന്റെ ജീവൻ. ഹല്ലേലൂയ. മനസ്സിലായോ? ഇതിനെ പറയുന്ന പേരാണ് വീണ്ടും ജനനം. നഷ്ടപ്പെട്ടു പോയ ദൈവജീവൻ ആത്മാവിലേക്ക് മടങ്ങി വന്നു. അതിന് പറയുന്ന പേരാണ് വീണ്ടും ജനനം. ഇങ്ങനെ വീണ്ടും ജനിച്ചവർ നിറവേർത്തിയാട്ടെ. നമ്മുടെയൊക്കെ വീണ്ടും ജനനം പോയി വെള്ളത്തിൽ മുങ്ങണം, സ്നാനപ്പെടുമ്പോഴാണ് വീണ്ടും ജനനം. അല്ല, സ്നാനമൊക്കെ അവസാനം. ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തിന്റെ ജീവൻ വന്നോ? വചനം നോക്ക്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആണെന്നില്ല, പെണ്ണെന്നില്ല, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, ഏവർക്കും ഒറ്റ പേര് ദൈവ പൈതൽ, ദൈവ മകൻ. മരിച്ചവനെന്നല്ല, ദൈവമൻ. കാരണം ആത്മാവിൽ അവന്റെ ജീവൻ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഹല്ലേലൂയ.
ഇതിനെയാണ് എന്ത് പറയുന്നത്? വീണ്ടും ജനനം. സ്തോത്രം. ഈ ആത്മാവിലാണ് എന്തുള്ളത്? ദൈവിക ഹിതമുള്ളത്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമുള്ളത്, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹമുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എവിടെയുണ്ട്? എന്റെ അകത്തുള്ള ആത്മാവിലുണ്ട്. എനിക്കൊരു വീട് കിട്ടുമോ? വീട് വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുടുംബം ഇവിടെ ഉണ്ട്. വീട് എന്ന് കിട്ടും? എന്ന് കിട്ടും അറിയില്ല. പക്ഷേ സിസ്റ്ററുടെ ആത്മാവിൽ ആ ദിവസം, ഡേറ്റ്, സമയം എല്ലാം ഉണ്ട്. ജോയ് ബ്രദറിന് ഒരു വാഹനം, കാറ് മേടിക്കാൻ പറ്റുമോ? ജോയ് ബ്രദർ കാർ മേടിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. പുതിയ കാർ മേടിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ എന്ന് കിട്ടും അറിയില്ല. അതെന്ന് കിട്ടുമെന്ന് നിങ്ങളുടെ ആത്മാവിൽ ഉണ്ട്. സമയം, ഡേറ്റ്, ഏത് കാർ എന്നുള്ളത് നിങ്ങളുടെ ആത്മാവിൽ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്കിപ്പോ നമ്മുടെ പാടി ആന്റി ഈ അടുത്ത സമയത്ത് സ്നാനപ്പെട്ട് ആന്റിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കട്ടെ. എന്ന് പരിശുദ്ധാത്മാവ് കിട്ടും അറിയില്ല. ആത്മാവിൽ എന്ന് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് മാനസാന്തരം വേണ്ടേ? വേണം. എന്നാവും ആത്മാവിലുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹം, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. വീണ്ടും ജനിച്ച നിങ്ങളുടെ ആത്മാവിലുണ്ട്. അതിനെ എടുക്കാൻ എത്ര എണ്ണം പറ്റും? അതിനെ സ്വീകരിക്കാൻ ആർക്ക് പറ്റും? അതിനെ സ്വീകരിക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ലേ? ഒരു പ്രവാചകനെ കാണാൻ പോണോ? 3 ദിവസം ഉപവസിക്കണോ? ഒരു കാര്യം അറിയാം, നമുക്കതേ പറഞ്ഞിട്ടുണ്ട്. അയ്യോ നാളെ ഒരു പ്രശ്നമുണ്ട്, ഈ പ്രവാചകനെ വിളിക്കാം. ഉള്ള നമ്പറെല്ലാം നോക്കും. ഏത് ദേവദാസനെ വിളിച്ച ഹിതമറിയാം. പിതാവിനെ അന്വേഷിക്കത്തില്ല. അവിടെ വേർപാട് വരുന്നു, ദൈവവുമായി വേർപാട് വരുന്നു. ആ സമയത്ത് ഇറങ്ങി വരുന്നതിന്റെ പേരാ മരണം. ഹല്ലേലൂയ. പിതാവിന്റെ മുഖം അന്വേഷിക്കത്തില്ല, മനുഷ്യനെ അന്വേഷിക്കും. മനുഷ്യനിലെ ശുശ്രൂഷ അന്വേഷിക്കും. അതിന് പറയുന്ന പേരാ മരണം. ഹല്ലേലൂയ. ഇങ്ങനെ മരിച്ചൊരൊറ്റ എണ്ണം ഈ സഭയിൽ ജീവിക്കരുത്. ഹല്ലേലൂയ. ഫെയ്ത്ത് ഗോസ്പൽ ഫെലോഷിപ്പിന് അകത്തുള്ള ഒറ്റ എണ്ണം ഈ മരണത്തിൽ ജീവിക്കരുത്. നിനക്കൊരു തീരുമാനം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ കടന്നു പോകാതെ, നിലവിളിക്കാതെ, തകർന്നേന്ന് വിളിക്കാതെ, ഇറങ്ങി ഓടാതെ, ഹല്ലേലൂയ, നിന്റെ അകത്ത് അതിനുള്ള മറുപടി ഉണ്ട്. നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. അതെടുക്ക്, അതിനെ സ്വീകരിക്കാൻ പഠിക്കുക. അതിനെ സ്വീകരിക്കാൻ പഠിച്ചാൽ നിനക്ക് പരാജയമില്ല. നീ തളർന്നു പോകത്തില്ല, നീ വീഴത്തില്ല, നീ നശിച്ചു പോകത്തില്ല. അതിനകത്ത് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമുള്ളത്, അതിനകത്ത് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമുള്ളത് എല്ലാം നിന്റെ അകത്ത് തന്ന് സൃഷ്ടിച്ച, നിന്നെ പൂർണ്ണ മനുഷ്യനാക്കി ഭൂമിയിൽ വിട്ടത് ഇത് അറിയാതെ നീ കേവലം മനുഷ്യനെ പോലെ ആയി തീരരുത്. നീ ദൈവത്തിന്റെ മകളെന്ന പദവി കാണിക്കണം. ഹല്ലേലൂയ. ആർക്ക് എടുക്കണമെന്ന് ആഗ്രഹമില്ല. സ്തോത്രം. എങ്ങനെ എടുക്കും? ATM പോയ കാർഡിട്ട് പണം കിട്ടും. ഇതങ്ങനെ കിട്ടില്ല. സ്തോത്രം. കിട്ടുന്നത് ആഗ്രഹമുണ്ടല്ലേ? ഉണ്ട്. സ്തോത്രം. നമ്മുടെ കുഞ്ഞാറ്റയുടെ അമ്മ, അവർക്ക് നല്ല വീട് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ, എനിക്ക് എപ്പോഴൊന്നും അറിയത്തില്ല, ഏതോ ഒരു സമയത്ത് ഞാൻ അവരുടെ ഭവനത്തിൽ പോയപ്പോൾ ഒരു പുതിയ ഭവനം എന്ന വെളിപ്പാടിൻ്റെ അകത്ത് ഞാൻ അവരോട് പറഞ്ഞില്ല, പക്ഷെ പ്രാർത്ഥിച്ചിട്ടാണ്. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പുതിയ ഭവനം? അതെന്ന് കിട്ടും? എങ്ങനത്തെ വീടാണ്? സമ്പത്ത് എങ്ങനെ വരും? അല്ലേ? 2025 നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും.
സ്തോത്രം. ഞങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങളെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പറയില്ല. ഹല്ലേലൂയ. അതെങ്ങനെ എനിക്ക് കിട്ടിയത് പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ. എല്ലാവർക്കും ഒരു ആക്റ്റീവായി കർത്താവേ ഇത് അറിഞ്ഞെങ്കിൽ ഞാൻ എന്നെ കുറച്ചു കാലം കൂടെ പുഷ്ടിയോടെ ആരോഗ്യത്തോടെ ജീവിച്ച് എന്റെ സങ്കടം കൊണ്ട് തന്നെ ഞാൻ എന്റെ ശരീരവും മെലിഞ്ഞ് ഉള്ള രോഗവും വരുത്തി വെച്ച് അല്ലേ, ഇത് അറിഞ്ഞെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കുറച്ച് ആരോഗ്യത്തോടെ ഈ രോഗമൊക്കെ മാറി പുഷ്ടിയുള്ള ശരീരത്തോടെ ജീവിച്ചേ. ഇല്ലയോ? ആണോ? ആണോ? അല്ലേ? ആണ്. പക്ഷെ നമുക്ക് പ്രശ്നം എന്താ? നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ട. പിതാവേ പിതാവേ എന്ന് നമ്മൾ വിളിക്കുകയും ചെയ്യും, പാസ്റ്ററേ പാസ്റ്ററേ എന്ന് പറയുകയും ചെയ്യും. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ, ഞങ്ങളുടെ പാസ്റ്റർ. നീ ദൈവ പൈതലാണ്. നിന്റെ പേര് ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്നാണ്. ഹല്ലേലൂയ. ആണോ അല്ലേ? അല്ലല്ല. ആണോ അല്ലേ? ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് എന്താ പറഞ്ഞത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ അകപ്പെട്ടിട്ട് ഹല്ലേലൂയ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല യേശു കർത്താവ് പറഞ്ഞത്. എൻ്റെ പൊന്നു മോനെ, നിന്റെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഒരു പരീക്ഷ കിടപ്പുണ്ട്. നീ അതിലേക്ക് ചാടരുത്. നീ അതിൽ കാൽ വെക്കരുത്. അതിൽ കാൽ വെക്കുന്നതിന് മുന്നമേ നീ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നീ അതിലേക്ക് പോകത്തില്ല, നീ മറ്റൊരു വഴിയെ പോകും. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. ശരിയാവണ്ണം പ്രാർത്ഥിച്ചാൽ നീ തടസ്സങ്ങൾ ചെന്ന് വീഴത്തില്ല, നീ പ്രലോഭനങ്ങൾ ചെന്ന് വീഴത്തില്ല, നാഷ്ടങ്ങൾ നീ വീഴത്തില്ല, നാശങ്ങൾ നിന്നെ തേടി വരത്തില്ല. ശരിയാവണ്ണം പ്രാർത്ഥിക്കാൻ നീ പഠിച്ചാൽ ഹല്ലേലൂയ നിന്റെ കാൽ ശരിയായി മുന്നോട്ട് പോകും. സ്തോത്രം. മുൻപിൽ ഒരു പരീക്ഷ കിടപ്പുണ്ട്. എല്ലാവരുടെ മുൻപിൽ ഒരു പരീക്ഷ കിടപ്പുണ്ട്. 2025 എന്ന് പറയുന്നത് ഒരു പരീക്ഷയുടെ കാലഘട്ടമാണ്. എന്നാൽ ഈ വചനം കേൾക്കുന്ന സഭയോട് ഞാൻ പറയട്ടെ, നിന്റെ കാൽവയ്പ്പുകൾ പരീക്ഷയിലേക്കല്ല, മറിച്ച് ഹല്ലേലൂയ സമൃദ്ധിയിലേക്കാണ്. നിന്റെ കാൽവയ്പ്പുകൾ നാശത്തിലേക്കല്ല, ജീവനിലേക്കാണ്. നിന്റെ നടത്തം മരണത്തിലേക്കല്ല, വാഴ്ചയിലേക്കാണ്. ഹല്ലേലൂയ. ഈ 2025 ആരംഭത്തിൽ നീ അങ്ങനെ ശീലിക്കാൻ പോകുകയാണ്, നീ അങ്ങനെ പഠിക്കാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, ഞാൻ എന്തായി തീരണമെന്ന്, ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന്, ഞാൻ എന്തായി തീരും, എനിക്ക് എന്തൊക്കെ കിട്ടും, ഞാൻ എന്തൊക്കെ പ്രാപിക്കും, എന്റെ കുടുംബം എങ്ങനെയാണ്, എന്റെ തലമുറ എങ്ങനെയാണ്, എന്റെ പദവി എങ്ങനെയാണ്, എന്റെ നിലവാരം എങ്ങനെയാണ്, എന്റെ വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്നൊക്കെ എന്റെ അകത്ത് എഴുതി തന്നിട്ട് എന്നെ ഭൂമിയിലേക്ക് ധരിപ്പിച്ചത് പിതാവ് പറഞ്ഞു, നിന്റെ അകത്തുള്ള ദൈവ ശബ്ദത്തെ സ്വീകരിച്ച് നീ ഭൂമിയിൽ ജീവിക്കണം. നിന്റെ അകത്തുള്ള ദൈവ ശബ്ദത്തെ സ്വീകരിക്കാത്ത നീ മരിച്ചവനാണ്, നീ മരണത്തിൽ ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കാൻ നീ പഠിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഏറെ സമയം പ്രാർത്ഥിക്കുന്നവരെന്ന് കരം ഉയർത്തിയാട്ടെ. ഏറെ സമയം അമ്മ മാത്രം ഏറെ സമയം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എന്ത് പ്രാർത്ഥനയാണെന്ന് ഇനി സിസ്റ്ററോട് ചോദിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞാൻ എങ്ങനെയെന്നറിയാമോ ഹിതം കണ്ടുപിടിക്കുന്നത്? ഞാൻ പറയാം. എനിക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ഞാനൊരു കസേരയും ഒരു ടേബിളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമകത്തുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ആ ടേബിളിന്റെ മുമ്പിൽ ചെയറിലിരിക്കുമ്പോൾ പ്രാർത്ഥിപ്പാൻ ഇഷ്ടമല്ല
അല്ലെങ്കിലും പ്രാർത്ഥിച്ചേ പറ്റൂ എന്ന ബോധ്യം അകത്തുള്ളത് കൊണ്ട് കസേരയിലിരിക്കും, പ്രാർത്ഥിക്കും. പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥന മുന്നോട്ട് പോകില്ല. ഇറിറ്റേഷൻ, പ്രാർത്ഥന നിർത്തണമെന്നൊക്കെ തോന്നും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നും, എണീറ്റ് പുറത്തു പോകണമെന്ന് തോന്നും, ഹല്ലേലൂയ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നൊക്കെ തോന്നും. എപ്പോഴാ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥിക്കും. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, 1 മണിക്കൂറായി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അകത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു നിറവ് ഇച്ചിരി വന്നു തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനുള്ള നിറവ് ഇത്തിരി വന്നു തുടങ്ങി. വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആത്മാവിലായി. എന്റെ അലസത മാറി, ഇറിറ്റേഷൻ മാറി. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥിക്കാനുള്ള മന്ദത മാറി. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥന. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, പ്രാർത്ഥന. പതുക്കെ 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 എന്റെ മനസ്സ് വീണ്ടും ജനിച്ച ആത്മാവിലേക്ക് കയറി. ഹല്ലേലൂയ. ചില സമയങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ആത്മാവിലേക്ക് കയറി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. 1 മണിക്കൂർ പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ ദേഹി, ഹല്ലേലൂയ, എൻ്റെ ദേഹി ആത്മാവിനെ ടച്ച് ചെയ്തത്. ഹല്ലേലൂയ. ആത്മാവിനെ ഒന്ന് തൊട്ടത്. അല്പസമയം കൂടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദേഹിയെ ആത്മാവ് അങ്ങ് നിറച്ചു. 1.5 മണിക്കൂറായപ്പോൾ എൻ്റെ ദേഹിയെ ആത്മാവങ്ങ് നിറച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥന 2 മണിക്കൂറായി. 2 മണിക്കൂറായപ്പോൾ എന്റെ ശരീരം കൂടി പ്രാർത്ഥനയിലേക്കായി. ഹല്ലേലൂയ. ആ സമയത്ത് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല, മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്റെ അകത്ത് ദൈവശക്തി, ദൈവജീവൻ മാത്രമാ. ഹല്ലേലൂയ. ആ ദൈവജീവനിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 28, 27, 29 നിന്റെ ചർച്ചിനകത്ത് 2 ദിവസത്തെ മീറ്റിംഗ് നീ വെക്കണം. ഞാൻ ആരുടെയും പ്രേരണയാൽ വെച്ചതല്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഹിതമെടുത്തിട്ട് ഈ 2 ദിവസം മീറ്റിംഗ് ഞാൻ വെച്ചത്. ഹല്ലേലൂയ. ഈ ഹിതം എനിക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ദൈവിക ആലോചന എവിടെ നിന്ന് കിട്ടി? എന്റെ ദേഹി ആത്മാവിലേക്ക് കയറിയപ്പോൾ എന്റെ അകത്തൊരു ശബ്ദം, 2 ദിവസത്തെ ശുശ്രൂഷ വെക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ചെയറും ഒരു മേശയും നിനക്കുണ്ടെങ്കിൽ നീ അതിനകത്ത് സമയം ചിലവാക്കിയോ? ആദ്യം ചില മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല, എന്നാൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കുക. പതുക്കെ പതുക്കെ നിനക്ക് മനസ്സിലാകും. നിന്റെ അകത്തൊരു മാറ്റം കാണും, നിന്റെ അകത്തൊരു വ്യത്യാസം വരും. നിന്റെ പ്രാണൻ, നിന്റെ ദേഹി, ഹല്ലേലൂയ, ആ വീണ്ടും ജനിച്ച ആത്മാവിന് അടിമപ്പെടും. ഇങ്ങനെ അടിമപ്പെട്ട, ഹല്ലേലൂയ, ഇങ്ങനെ നീ നിരന്തരം ചെയ്ത ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം, നിന്നെ കുറിച്ചുള്ള, നിന്റെ ഭാര്യയെ കുറിച്ചുള്ള, നിന്റെ തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ശബ്ദം അതിനകത്ത് നിനക്ക് തന്നെ കേൾക്കാൻ കഴിയും. നീ ഒരിടവും ഓടണ്ട. നിന്റെ ഭവനത്തിനകത്തിരുന്നാ മതി. നിന്റെ ഭവനത്തിനകത്തിരുന്ന് നീയും ദൈവമായുള്ള ബന്ധം നിനക്ക് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, 2025 എത്ര പേര് ചെയ്യും? ഹല്ലേലൂയ. പഠിക്കുക. ഇത് നീ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നിന്റെ മരണം വരെ നീ ശുശ്രൂഷകന്മാരെ തേടി ഇറങ്ങും. ശുശ്രൂഷകന്മാരുടെ ബേക്കിന്ന് പോകും. ഒരു പരീക്ഷ വന്ന എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിക്കും. രാത്രി സമയം നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നീ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥനക്കാരെ നോക്കി ഓടും. ഹല്ലേലൂയ. നിന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്ന ശുശ്രൂഷയുടെ നമ്പർ എടുത്ത് 12 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക് നിന്റെ ഉറക്കത്തെ കളഞ്ഞ് നീ അവൻ വിളിക്കാൻ ഇടയായിത്തീരും. ഒന്ന് പ്രാർത്ഥിക്കണമേ സഹോദരി, ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണമേ. എനിക്ക് ഭവനത്തിനകത്ത് ഉറങ്ങാൻ കഴിയുന്നില്ല, ഒരു അസ്വസ്ഥത, ഒന്ന് പ്രാർത്ഥിക്കണമേ. അങ്ങനെയല്ല, നീ ദൈവത്തിന്റെ മകനെങ്കിൽ ഇരിക്കണ അവിടെ. ഹല്ലേലൂയ. ഇരുന്ന് പിതാവിന്റെ മുഖം അന്വേഷിക്കുക, പിതാവിന്റെ ശബ്ദം അന്വേഷിക്കുക. നിന്റെ അകത്ത് ദൈവം വച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഹിതം നിനക്ക് എടുക്കുക. ഹല്ലേലൂയ. 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി. എങ്ങനെ രാവിലെ മുഴുവനും ഉള്ള ജോലി ഭാരവും, അവിടത്തെ കുറ്റവും ഇവിടത്തെ കുറ്റവും, പിള്ളേരുടെ അതിക്രമവും,
എല്ലാം കേട്ടും കൊണ്ട് വൈകുന്നേരം ഇത്തിരി സമയം ഉറങ്ങാൻ കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറയാം. വാസുണ്ടാണ് എനിക്ക് പറ്റും, ഞാനെടുത്തത്. ഹല്ലേലൂയ. നീ ഇങ്ങനെയായ നിന്റെ മരണം വരെ കുടുംബത്തിൽ അങ്ങനെ സമാധാനം കിട്ടില്ല. 2025 പകുതി കഴിഞ്ഞിട്ട് ഒരൊറ്റയെണ്ണം എന്റെ അടുക്കൽ വന്ന് എനിക്ക് സമാധാനമില്ലെന്ന് എന്റെ സഭ പറയും. ആടിയിട്ട് നിനക്ക്. ഹല്ലേലൂയ. 6 മാസം തന്നില്ല. 6 മാസത്തിനകത്ത് ദൈവത്തിന്റെ ഹിതം പ്രാപിച്ചോളണം. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. ഹല്ലേലൂയ. സ്വന്തം കാലിൽ നിൽക്കണം. ശുശ്രൂഷയിൽ നമുക്ക് ഇപ്പോ രക്ഷിക്കപ്പെട്ടു വന്ന ആന്റി നമുക്ക് വിടാം. ആന്റിക്ക് ഒരു 3 വർഷം കൊടുക്കാം. കാരണം ആന്റി തുടക്കം വചനമൊക്കെ കേട്ട് ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറച്ച് ദൈവശബ്ദമൊക്കെ കേട്ട് പഠിക്കാൻ 3 വർഷം എടുക്കും. 3 വർഷം എടുക്കും. അത് തുടക്കക്കാരനാണ്. ഇന്ന് എന്റെ സഭ അങ്ങനെയല്ല. ഈ സഭ തുടക്കക്കാരന് ഞാൻ 3 വർഷം കൊടുക്കാം. ഉറക്കട്ടെ. ആ വ്യക്തിക്ക് പ്രവചനം വേണം. തുടക്കക്കാരന് അവനെ ക്രിസ്തു ഉറപ്പിക്കാനാണ് പ്രവചനം. 3 വർഷം കഴിഞ്ഞിട്ട് ആര് പ്രവചനം നോക്കി വാടുകയാണെങ്കിൽ സമാധാനം എന്തെന്ന്, സ്വർഗീയ സന്തോഷം എന്തെന്ന് അനുഭവിക്കാൻ പറ്റത്തില്ല. ആന്റിയുടെ ഭവനത്തിനകത്ത് തിന്മ നിറയും, അശുദ്ധി നിറയും, വാ തുറന്നാൽ പിണക്കമുണ്ടാകും, അകത്തു ഭിന്നത വരും. കാര്യമെന്താ? ആത്മാവ് മരിച്ചു കിടക്കുക, ജീവിക്കുന്നതോ ബലഹീനമായിരിക്കുന്ന ജഡം. ഈ ജഡം ആത്മാവിലേക്ക് കയറിയിട്ടില്ല. ജഡം ജഡമായിട്ട് തന്നെ ഇരിക്കുക. ആത്മാവ് മരിച്ചടക്കുക. ആത്മാവിനെ ജീവിപ്പിക്കുന്നില്ല, ആത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ആത്മാവിനെ മരിച്ചവനെ പോലെയാക്കി ചെയ്യരുത്. സ്തോത്രം. ചങ്കുറ്റത്തോടെ കോൺഫിഡൻസോടെ ദൈവത്തിന്റെ മകൻ മകളെങ്കിൽ നീ അത് ജാതികളെ പോലെ നിലവിളിക്കാതെ, ദൈവത്തെ അറിയാത്ത പോലെ കിടന്ന് നിലവിളിക്കാതെ, ഓടാതെ, ഹല്ലേലൂയ, വെപ്രാളം കാണിക്കരുത്. അങ്ങനെ തന്നെ പറയാം, വെപ്രാളം കാണിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞ, കോഷ്ടി കാണിക്കരുത്. ദൈവത്തിന്റെ ഹിതം എടുത്തോളാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എടുത്തോളാം. നമ്മുടെ പ്രശ്നം, ഞാനൊരു കാര്യം പറയട്ടെ. ഈ വചനം നിങ്ങൾ കേട്ടല്ലോ. ഇന്ന് നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ, കുഴപ്പമില്ല. എനിക്കറിയാം നിങ്ങൾ കിടന്ന് ഉറങ്ങും. എന്നെക്കാൾ ക്ഷീണമാണ് നിങ്ങൾക്ക്. സ്തോത്രം. നാളെ 2 മണിക്കൂർ ഒന്ന് ഇരുന്ന് നോക്കാം. അന്യഭാഷയുള്ളവരൊന്ന് കാര്യം വരുത്തിയിട്ടാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അതില്ലാത്തവർ, തുടക്കക്കാർ ചില വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അന്യഭാഷ ലഭ്യമായ 1 മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ മനസ്സിലാകും, ആത്മാവ് എൻ്റെ ദേഹിയെ നിറച്ചു തുടങ്ങി, ആത്മാവിൻ്റെ ദേഹിയെ നനച്ചു തുടങ്ങി. ആ പ്രാർത്ഥന 1.5 മണിക്കൂർ ആകുമ്പോൾ അവന് മനസ്സിലായി, എൻ്റെ ശരീരവും കൂടി പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ആക്റ്റീവായി. ഹല്ലേലൂയ. ഇതാണ് ശരിയായ പ്രാർത്ഥന. യേശു കർത്താവ് പറഞ്ഞത്, മുൻപിൽ ഒരു പരീക്ഷയുണ്ട്, ആ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നീ ഇങ്ങനെ പ്രാർത്ഥിക്കാനാ. ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിപ്പാനല്ല. എല്ലാവരുടെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്റെ ഹിതം നിന്റെ ആത്മാവിലുണ്ട്. ആ ആത്മാവിലുള്ള ഹിതം എടുത്ത് നീ പ്രാർത്ഥിക്കണം. ആത്മാവിലുള്ള ഹിതം ലഭ്യമാകാൻ നീ പ്രാർത്ഥിക്കണം. ഈ ആത്മാവിലുള്ള ഹിതം നിന്നിൽ വന്നാൽ നീ സുഖമായി ഉറങ്ങും. ഇത് 1-2 ദിവസം കൊണ്ട് ഇത് പ്രാപിക്കാൻ പറ്റില്ല. ശ്രമിക്കണം. ഇന്ന് മുതൽ ചിലപ്പോൾ ഒരു 10 ദിവസം എടുത്തേക്കാം. 10 ദിവസവും നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ചില ദൈവശബ്ദങ്ങൾ ഹൃദയത്തിൽ വരും. ഇവിടെ വരില്ല, ഇവിടെ വരും. ഇവിടെ വരുന്നത് എടുക്കരുത്, ഇവിടെ വരും. ഹൃദയത്തിൽ ഇവിടെ വരുന്നത് എടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ശരിയായ ദൈവശബ്ദം എവിടെയാ വരുന്നത്? ഇവിടെ നിന്ന് എടുക്കരുത്. ഹല്ലേലൂയ. ഇത് ജഡത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് എടുക്കണം, ഹൃദയത്തിൽ നിന്ന് എടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ ഇത്രയും മതി. നിങ്ങളെ 2025 നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇത്രയും മതി. ഹല്ലേലൂയ. ഈ നിലവാരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാലുണ്ടല്ലോ, ഹല്ലേലൂയ, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ബലപ്പെടുന്നത്. അല്ല, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മാറിയത് എന്താണെന്ന് അറിയാമോ? എൻ്റെ കുടുംബമാണ് മാറിയത്, എൻ്റെ ഭവനമാണ് മാറിയത്, എൻ്റെ ദേശമാണ് മാറിയത്. ഹല്ലേലൂയ. തുറക്കാത്ത വാതിലുകളാണ് എനിക്ക് മുമ്പിൽ തുറന്നത്. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിക്കാതെ നടന്നപ്പോൾ അടഞ്ഞു പോയ വാതിലുകൾ ആത്മാവിനെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ തുറക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, നഷ്ടപ്പെടും, കിട്ടത്തില്ല എന്ന് വിചാരിച്ച, എന്ന് ഉറപ്പിച്ച നന്മകൾ ഹല്ലേലൂയ ഓരോ വർഷം കഴിയും തോറും ഇങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് തരികയാണ്. ആൾക്കാർ വിളിച്ചു തരികയാണ്. ഞാനൊന്നും ചെയ്തില്ല, ഒറ്റ കാര്യമേ ചെയ്തോളൂ. മണിക്കൂറുകൾ എൻ്റെ ടേബിളിന്റെ മുമ്പിൽ, എൻ്റെ ചെയറിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. അല്പം അന്യഭാഷ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ആ അന്യഭാഷ മാത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്യഭാഷ മാത്രം പറഞ്ഞ് അധികം സമയം പ്രാർത്ഥിക്കുമായിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ പുതിയ അന്യഭാഷയൊക്കെ എൻ്റെ ആദരത്തിൽ വരികയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, എൻ്റെ അരികിലിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, ഹല്ലേലൂയ, ചില മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗം അവരെ വിട്ടുപോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു ഭവനത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞു, ഒരു അല്പസമയം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഹല്ലേലൂയ. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ, ആ ഭവനത്തിലെ ഉടമസ്ഥൻ എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. എന്താണെന്നറിയത്തില്ല, അകത്താരോ തൊട്ടു. മുട്ടുകുത്തിയിട്ട് ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ചു. നിങ്ങൾ എന്തിനാ എഴുന്നേറ്റ് നടന്നത്? അറിയില്ല പാസ്റ്റർ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ രോഗിയായിരുന്നു, എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അധിക സമയം പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നി. ഞാൻ എഴുന്നേറ്റ് നടന്നു. കണ്ടോ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന്റെ നിയോഗമത. നീ നിന്റെ ഭവനത്തിനൊക്കെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ ഭവനം മാറും, രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ. ഇതാ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. സ്തോത്രം. ഇത്രയും ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം കർത്താവകത്ത് നിക്ഷേപിച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ അത്യന്ത ധനം വിട്ട് വേറെ വല്ലതിനെയൊക്കെ നോക്കി പോകുന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.